ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായ MSC ഐറീന വിഴിഞ്ഞത്ത്. ചൊവ്വാഴ്ച വൈകിട്ട് വരെ ഐറീന ബർത്തിൽ തുടരും. MSC ഐറീന നങ്കൂരമിടുന്ന ആദ്യ ദക്ഷിണേഷ്യൻ തുറമുഖമായി വിഴിഞ്ഞു മാറും. കൂടുതൽ വിവരങ്ങളുമായി ബിനോയ് ചേരുന്നു. ബിനോയ്, ലോകത്തെ ഏറ്റവും വലിയ ചരക്കു കപ്പലാണ് വിഴിഞ്ഞത്ത് നങ്കൂരമിടാൻ പോകുന്നത്. എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? 400 മീറ്റർ നീളവും ഒപ്പം 61 മീറ്റർ വീതിയുമുള്ള ഭീമാകാരമായ ഒരു കപ്പൽ വിഴിഞ്ഞത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം വിഴിഞ്ഞം തുറമുഖത്ത് ഏകദേശം 300-ലധികം കപ്പലുകൾ വന്നു പോയെങ്കിൽ തന്നെയും സൗത്ത് ഏഷ്യൻ തീരങ്ങളിലേക്ക് വരുന്ന ഏറ്റവും വലിയ കപ്പൽ എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്തും ഈ ഐറീന MSC ഐറീന ഇതുവരെയായും ബർത്ത് ചെയ്തിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ തന്നെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് അത് പ്രവേശിക്കും. പുറം കടലിൽ 2 ദിവസം മുമ്പാണ് ഐറീന എത്തിച്ചേർന്നിരിക്കുന്നത്. ഏകദേശം 24,000-ലധികം കണ്ടെയ്നറുകളെ വഹിക്കാൻ ശേഷിയുള്ള കപ്പലാണ് ഇത്. സിംഗപ്പൂരിൽ നിന്നുമാണ് പുറപ്പെട്ടിരിക്കുന്നത്. ഇനി ഇവിടെ ബർത്ത് ചെയ്തതിനു ശേഷം യൂറോപ്പിലേക്ക് പോകും. 2 ദിവസം ഐറീന കേരളത്തിൽ തന്നെ ഉണ്ടാകും, വിഴിഞ്ഞത്ത് തന്നെ ഉണ്ടാകും. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ക്യാപ്റ്റൻ വിന്നി ആന്റണി എന്ന് പറയുന്ന ആൾ തൃശൂർ സ്വദേശിയാണ്. ഒരു മലയാളിയായ കപ്പിത്താൻ നേതൃത്വം നൽകുന്ന ഒരു കപ്പൽ, ഏറ്റവും വലിയ കപ്പൽ കേരള തീരത്ത് അണയുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം, എടുത്തു പറയേണ്ട കാര്യം. ഒരു പക്ഷേ കേരളത്തിനും വിഴിഞ്ഞത്തിനും അഭിമാനകരമായ ഒരു മുഹൂർത്തം. ഇന്ത്യയിലെ മറ്റ് ഒരു തുറമുഖത്തും ഇതുവരെയായി എത്തിച്ചേരാത്ത ഇത്രയും വലിയ ഒരു കപ്പൽ, അതായത് നമ്മുടെ നമ്മുടെ ഈ പോർട്ടിന്റെ ശേഷി എത്ര വലുതാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ കപ്പലിന്റെ വരവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 ദിവസം മുമ്പ് എത്തിയ കപ്പലിനെ ടഗ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുന്ന ജോലികളാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതൊരു നേട്ടം തന്നെയാണ്. ഇവിടെ എത്തുന്നത് ക്രൂ ചേഞ്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും മറ്റുമായിട്ടാണ് ഈ ഐറീന എത്തിച്ചേരുന്നത്. ഈ ഐറീനയുടെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ആ ശേഷിയിൽ തന്നെ 6 കപ്പലുകളുണ്ട്. ഇത്രയും നീളവും വീതിയുമുള്ള, അതിൽ നിന്നും വീതിയും നീളവും കുറഞ്ഞ 2 കപ്പലുകൾ നേരത്തെ എത്തിയിരുന്നു വിഴിഞ്ഞം തുറമുഖത്ത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഏറ്റവും വലിയ കപ്പലായ ഐറീന എത്തിച്ചേരുന്നത്. ഇതിലെ 24,373 കണ്ടെയ്നറുകൾക്ക് വഹിച്ചുകൊണ്ടാണ് എത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും ഇതൊരു ചരിത്ര സംഭവമായി മാറുകയാണ്. നേരത്തെ MSC ഗ്രൂപ്പിൽപ്പെട്ട ഒരു കപ്പലാണ് കൊച്ചി തീരത്ത് മുങ്ങിപ്പോയത്. ആ ശ്രേണിയിൽപ്പെട്ടതല്ല. അതിൽ നിന്നുമൊക്കെ വളരെ വലിയ ഒരു കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിച്ചേരുന്നു എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകതയുണ്ട്. കാരണം ഇതുവരെ നമ്മൾ കണക്കാക്കുന്നതനുസരിച്ച് വിഴിഞ്ഞം തുറമുഖത്തു നിന്നുള്ള സാമ്പത്തിക സ്രോതസ് അത് ഉയരുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ വരുമാന വർധനയ്ക്ക് മറ്റൊരു നാന്ദി കൂടി കുറിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം കേരളത്തിൽ വിശാഖപട്ടണം ഉൾപ്പെടെയുള്ള തീരങ്ങളിൽ വലിയ തരത്തിലുള്ള കപ്പലുകൾക്ക് അടുക്കാൻ കഴിയും, കൊച്ചിയിൽ അടുക്കാൻ കഴിയുമെങ്കിൽ പോലും വിഴിഞ്ഞത്തേക്ക് ഇങ്ങനെ ഒരു കപ്പൽ വരുന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം അന്താരാഷ്ട്ര കപ്പൽ ചാനലുമായി ഏകദേശം 12 നോട്ടിക്കൽ മൈൽ മാത്രം ദൂരമുള്ള വിഴിഞ്ഞത്തേക്ക് ഈ കപ്പൽ കൂടി എത്തിച്ചേരുന്നത് കൂടി അതിൽ വിഴിഞ്ഞം തുറമുഖത്തുണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ, അതിന്റെ എടുത്തു പറയേണ്ട നേട്ടങ്ങളൊക്കെ തന്നെ വളരെ വലുതാണ്. ഇത്തരത്തിൽ ഇത് ആദ്യമായി അങ്ങനെ ഐറീന കൂടി നങ്കൂരമിടുന്നു. ജൂൺ 3-ാം തീയതി പുറംകടലിൽ എത്തുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും കടൽ പ്രക്ഷുബ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ കപ്പൽ എത്തിച്ചേർന്നപ്പോഴേക്കും 1-2 ദിവസങ്ങൾ വൈകിയിരുന്നു. പിന്നീട് പുറം കടലിൽ തങ്ങിയതിനു ശേഷം ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞത്തെ വാർഫിലേക്ക് കപ്പലിനെ കൂട്ടിക്കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഐറീന തീരമണയുമ്പോഴേക്കും വിഴിഞ്ഞം തുറമുഖത്തിന്റെ നെറുകയിൽ മറ്റൊരു പൊൻതൂവൽ കൂടി ചാർത്തപ്പെടുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. അതിന്റെ വലിപ്പത്തിന്റെ കാര്യത്തിലായാലും അതുപോലെ വീതിയുടെ കാര്യത്തിലായി ഒരിക്കൽ കൂടി പറയാം, 400 മീറ്റർ നീളവും 61 മീറ്റർ വീതിയുമുള്ളതാണ് MSC ഐറീന. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ മിഷേൽ എന്ന് പറഞ്ഞ ഒരു MSC ശ്രേണിയിൽപ്പെട്ട ഒരു കപ്പലുണ്ടായിരുന്നു. അത് നേരത്തെ വിഴിഞ്ഞം തുറമുഖത്ത് വന്നിരുന്നു. MSCയുടെ ഒട്ടുമിക്ക ശ്രേണിയിൽപ്പെട്ട കപ്പലുകളിലും പ്രധാനപ്പെട്ട കപ്പലുകളെല്ലാം വിഴിഞ്ഞം തുറമുഖത്തെത്തി ക്രൂ ചേഞ്ചും കണ്ടെയ്നർ ചേഞ്ചും ഒക്കെ നടത്തി പോയിട്ടുണ്ട്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഈ കപ്പൽ കൂടി എത്തിച്ചേരുന്നത്, ഐറീന കൂടി എത്തിച്ചേരുന്നത്.
സിംഗപ്പൂരിൽ നിന്നും പുറപ്പെട്ട കപ്പലാണ്. ഇതിന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നോടിയായിട്ടാണ് വിഴിഞ്ഞം തുറമുഖത്തേക്ക് ബർത്ത് ചെയ്യുന്നത്. ഏകദേശം 3 ദിവസത്തോളം ഈ കപ്പൽ ഇവിടെ തുടരും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, തൃശൂർ സ്വദേശിയായ വിനി ആന്റണിയാണ് ഇതിന്റെ കപ്പിത്താൻ. ഏകദേശം 91ഓളം നാവികന്മാർ ഈ കപ്പലിലുണ്ടെന്നുള്ള വിവരവും പുറത്തേക്ക് വരുന്നുണ്ട്. കപ്പൽ ജീവനക്കാരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. ആകെ ഈ ഒരു വിവരം മാത്രമാണ്. മലയാളിയായ കപ്പിത്താൻ നേതൃത്വം കൊടുക്കുന്ന MSC ഐറിന എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ വിഴിഞ്ഞം തീരത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്തിട്ട് ഏകദേശം 1 മാസം പൂർത്തിയാകുന്ന കാലയളവിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വലിയ ചരക്ക് കപ്പൽ കൂടി തീരം അണയുന്നത്. നേരത്തെ നമുക്ക് പറയാം, വിഴിഞ്ഞം തുറമുഖം ആദ്യഘട്ടത്തിന്റെ പണി പൂർത്തിയാക്കി ചരക്ക് കപ്പൽ വരാൻ തുടങ്ങിയതോടുകൂടി തന്നെ ഏകദേശം 335-ലധികം കപ്പലുകൾ വിഴിഞ്ഞം തുറമുഖത്ത് വന്നു പോയിരുന്നു. പലപ്പോഴും ക്രൂ ചേഞ്ചിനായാലും അതല്ലെങ്കിൽ കണ്ടെയ്നറുകൾ മാറ്റുന്നതിനുമൊക്കെയായി വന്നുപോയി. അതിനുശേഷമാണ് ഇപ്പോൾ ഐറിന കൂടി എത്തിച്ചേരുന്നത്. അത് ഒരു എടുത്തു പറയേണ്ട ഒരു നേട്ടം കേരളത്തിനാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഈ തുറമുഖം പൂർണ്ണ തോതിൽ 2028, 2022, 2022 പൂർത്തിയാകും എന്നുള്ള പ്രതീക്ഷകൾ നേരത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കുവച്ചിരുന്നു. അതിലൊരു വലിയ നേട്ടമായിട്ട് തന്നെ ഇതിനെ കണക്കാക്കാൻ കഴിയും. ഞാൻ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്. കാരണം നമ്മൾക്ക് അന്താരാഷ്ട്ര ചാനലുമായി, വിഴിഞ്ഞത്തിന് അന്താരാഷ്ട്ര ചാനലുമായി വലിയ ദൂരമില്ല, പുറംകടലിലേക്ക് പോകേണ്ട കാര്യമില്ല. 12 നോട്ടിക്കൽ മൈൽ മാത്രം സഞ്ചരിച്ചു കഴിഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖത്തു നിന്നും ഈ കപ്പൽ ചാനലിലേക്ക് എത്തിച്ചേരാം. മാത്രവുമല്ല, സ്വാഭാവികമായ ആഴം, എത്ര വലിയ കപ്പലാണെങ്കിൽ പോലും ഇവിടെ ബർത്ത് ചെയ്യാൻ ആവശ്യമായ ആഴം ഇതിനുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരം വലിയ കപ്പലുകൾ നമ്മുടെ തീരത്തേക്ക് എത്തുന്നത്. അന്താരാഷ്ട്ര കപ്പൽ ചാനലിലൂടെ ഒരു ദിവസം നിരവധിയായ ചരക്ക് കപ്പൽ പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഐറിന കൂടി ഇപ്പോൾ നമ്മുടെ ഒരു ചരക്ക് കപ്പലായി ഇവിടെ എത്തിച്ചേരുന്നത്. 24,373-ലധികം കണ്ടെയ്നറുകളാണ് ഇതിന്റെ ശേഷി. അതായത് ഇത്രയും കണ്ടെയ്നറുകൾ വഹിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വലിയ കപ്പൽ എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി വരും ദിവസങ്ങളിലും ഇത്രയധികം കപ്പലുകൾ വരും. ഇതിന്റെ ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചുമതല അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ചുമതല അദാനി ഗ്രൂപ്പിനാണെങ്കിലും സംസ്ഥാന സർക്കാരിനും ഇതുമായി ബന്ധപ്പെട്ടുള്ള ലാഭവിഹിതങ്ങൾ കിട്ടിത്തുടങ്ങും. അത്തരത്തിൽ ഒരു എഗ്രിമെന്റ് ആണ്, ഒരു സമ്മതപത്രമാണ് ഈ സ്വകാര്യ കമ്പനിയുമായി സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ളത്. ഈ സ്വകാര്യ കമ്പനിയുടെ ഉള്ള ഏർപ്പാടനുസരിച്ച് ഏകദേശം കൂടുതൽ കപ്പലുകളെ തീരത്തേക്ക് എത്തിക്കുക, അതുവഴി കണ്ടെയ്നറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി കൊണ്ടുപോവുക, അങ്ങനെ കിട്ടുന്ന നേട്ടങ്ങൾ സംസ്ഥാന സർക്കാരിന് സാമ്പത്തികപരമായി വലിയ നേട്ടമുണ്ടാക്കി കൊടുക്കും. അത്തരം നേട്ടങ്ങൾക്ക് ഒരു തുടക്കം കൂടിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം സാധാരണഗതിയിൽ ഈ നമ്മുടെ സംസ്ഥാനത്തേക്ക് ഇത്തരത്തിലുള്ള കപ്പലുകൾ വരുന്ന പതിവില്ല. ഇവിടെ ഈ കൊളംബോയ്ക്കും വിശാഖപട്ടണത്തിനും ഇടയിൽ വളരെ വേഗത്തിലെത്തി ബർത്ത് ചെയ്ത് കാര്യങ്ങൾ പൂർത്തിയാക്കി പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വിഴിഞ്ഞം പദ്ധതിയുടെ ഏകദേശം കാര്യങ്ങൾ പൂർത്തിയായെങ്കിലും അതിന്റെ പശ്ചാത്തല സംവിധാനങ്ങൾ, അതായത് ഈ ചരക്ക് നീക്കം, ഉപരിതല ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതുവരെയായും തുടക്കം കുറിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇതിനാവശ്യമായ കണ്ടെയ്നർ റോഡുകളില്ല. തിരുവനന്തപുരത്തേക്ക് കരയിലൂടെ കൊണ്ടുപോകുന്നതിന്, കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്നതിന് ആവശ്യമായ സംവിധാനങ്ങളില്ല. അതും കൂടി പൂർത്തിയാക്കിയാൽ മാത്രമേ പൂർണ്ണ തോതിലുള്ള ഒരു തുറമുഖമായി മാറുകയുള്ളൂ. നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഐറിന തീരത്തേക്ക് അണയുന്ന ദൃശ്യങ്ങളാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ തീരം തൊടും എന്നുള്ള വിവരങ്ങൾ പറഞ്ഞിരുന്നു. നേരത്തെ 8 മണിയോടുകൂടിയാണ് ഐറിന തീരത്തെത്തും എന്ന് പറഞ്ഞിരുന്നതെങ്കിൽ മോശം കാലാവസ്ഥയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു. ഇന്നലെയോടുകൂടി തന്നെ കാർമേഘങ്ങൾ അടിഞ്ഞുകൂടുകയും കടലിൽ ഏകദേശം 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശുന്നിടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു പുറംകടലിൽ തങ്ങിയതിനു ശേഷം ഐറിനെ ടഗ് ചെയ്ത് ഇപ്പോൾ വിഴിഞ്ഞം തീരത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
അദാനി ഗ്രൂപ്പിന്റെ തന്നെ ടഗുകൾ ഉപയോഗിച്ചാണ് കപ്പലിനെ തീരത്തേക്ക് എത്തിക്കുന്നതും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകാം. അതായത് കപ്പൽ മാർഗം ചരക്ക് ഗതാഗതം സുഗമമായി തുടങ്ങിയെങ്കിലും എന്നാൽ ഇത് ഉപരിതല ഗതാഗതം അല്ലെങ്കിൽ റോഡ് മാർഗം കൊണ്ടുപോകുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ ഇതുവരെയായും തുടങ്ങിയിട്ടില്ല. അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടില്ല. കാരണം 3 ജില്ലകൾക്ക് ഇതുവഴി വലിയ നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകൾക്ക് ഇതിന്റെ നേട്ടം വളരെ വലുതായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ആ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണമെങ്കിൽ ഔട്ടർ റിംഗ് റോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ടണലുകൾ, തുരങ്കപാതകളും ഒക്കെ നിർമ്മിക്കണം. ഒപ്പം നേമം റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിക്കണം. എന്നാൽ മാത്രമേ സുഗമമായ രീതിയിലുള്ള ഉപരിതല ഗതാഗത സംവിധാനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ ആദ്യഘട്ടമെന്ന നിലയ്ക്ക് റിംഗ് റോഡിന് വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് ആരംഭിച്ചെങ്കിൽ തന്നെയും റിംഗ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ടെൻഡർ ഉൾപ്പെടെയുള്ള നടപടികൾ ഇനി തുടങ്ങേണ്ടതായിരിക്കുന്നു. എന്തായാലും ഒരു ചരിത്ര നേട്ടത്തിലേക്ക് കേരളം കാലെടുത്ത് വെക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. MSC ഐറിന പോലുള്ള ഇത്രയും വലിയ കപ്പൽ, ഏകദേശം 400 മീറ്റർ നീളവും 61 മീറ്റർ വീതിയുമുള്ള പടുകൂറ്റൻ ചരക്ക് കപ്പൽ കേരള തീരം തൊടുമ്പോഴേക്കും അത് കേരളത്തിന്റെ ജലഗതാഗത രംഗത്തെ ഏറ്റവും വലിയ ഒരു നേട്ടമായി നമുക്ക് പറയാം. ചരക്കു നീക്ക മേഖലയിൽ മറ്റൊരു പൊൻതൂവലായി ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇനി ഇത്തരം മാർഗങ്ങളുടെ മാത്രമേ സാമ്പത്തിക സ്രോതസ് വർദ്ധിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ചരക്കു നീക്കത്തിലൂടെയും കപ്പൽ ഗതാഗതത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കിയുമൊക്കെ അത്തരത്തിൽ സംവിധാനങ്ങൾ ഒരുക്കാൻ പ്രാപ്തമായ രീതിയിലേക്ക് വിഴിഞ്ഞം തുറമുഖം ഉയർന്നിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് MSC ഐറിന പോലുള്ള വമ്പൻ കപ്പലുകൾ തീരത്തേക്ക് എത്തുന്നത്. MSC ഐറിനയുടെ ശ്രേണിയിൽപ്പെട്ട മിഷേൽ എന്ന് പറയുന്ന കപ്പൽ നേരത്തെ തന്നെ, അതും ഒരു വലിയ കപ്പലാണ്, നേരത്തെ തന്നെ ക്രെയിനുമായി ഈ കേരള തീരം തൊട്ടിരുന്നു. ഇപ്പോൾ MSC ഐറിന കണ്ടെയ്നറുകളുമായിട്ടാണ് എത്തുന്നത്. 24,000-ലധികം കണ്ടെയ്നറുകളാണ് ഈ കപ്പലിൽ ഉള്ളത്. അങ്ങനെ നമ്മുടെ തുറമുഖം, വിഴിഞ്ഞം തുറമുഖം ഒരിക്കൽ കൂടി ശ്രദ്ധയാകർഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. സൗത്ത് ഏഷ്യൻ തീരങ്ങളിൽ ഇതാദ്യമായിട്ടാണ് ഈ MS ഐറിന എത്തുന്നത്. പുറം കടലിലൂടെ യാത്ര ചെയ്തു പോകുമെങ്കിലും ഇതുവരെയായും ഈ കപ്പൽ തീരത്തേക്ക് വന്നിട്ടില്ല. 2021 ആണ് ഈ കപ്പൽ നീരണിയുന്നത്. അതിനുശേഷം ചരക്ക് നീക്കത്തിനായി ഉപയോഗിച്ചുകൊണ്ടുവരുന്ന ഒരു കപ്പൽ കൂടിയാണിത്. നമ്മുടെ തീരത്തേക്ക് എത്തിക്കഴിയുമ്പോൾ മറ്റൊരു ചരിത്ര നേട്ടമായി മാറപ്പെടുന്നു. സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്വാഭാവികമായ കടലിലെ ആഴം തന്നെയാണ്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ ഓരോ വർഷവും കൊച്ചി ഉൾപ്പെടെയുള്ള പോർട്ടുകളിലൊക്കെ തന്നെ ഡ്രഡ്ജിംഗ് ആവശ്യമായി വരുന്നുണ്ട്. ഇവിടെ ഡ്രഡ്ജിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. കാരണം അടിത്തട്ടിൽ വലിയ തരത്തിൽ ചെളി അടിഞ്ഞുകൂടാത്ത തരത്തിലുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള കടലിടുക്കാണ്. അതുകൊണ്ട് തന്നെ കപ്പലുകൾക്ക് സുഗമമായി ഇവിടേക്ക് കടന്നു വരാൻ കഴിയും. അത്തരത്തിൽ കടന്നുവരുന്ന കപ്പലുകൾക്ക് ചരക്ക് നീക്കം നടത്തുന്നതിന് ആവശ്യമായ സംവിധാനങ്ങളുണ്ട്. ഇനി ഇവിടെ വരേണ്ടത് ആഡംബര കപ്പലുകൾക്ക് ആവശ്യമായ സംവിധാനങ്ങളാണ്. ഇത്തരത്തിൽ വലിയ കപ്പലുകൾ വരുന്നതോടൊപ്പം തന്നെ ഇവിടേക്ക് വരുന്ന ആഡംബര കപ്പലുകൾക്ക് അതിലെത്തുന്ന ആളുകൾക്ക് തങ്ങാനും അവർക്ക് കേരളത്തിന്റെ കാഴ്ചകൾ കാണാനും കേരളത്തിൽ കറങ്ങി നടക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. അങ്ങനെ വരുമ്പോഴേക്കും വിനോദസഞ്ചാര മേഖലയ്ക്ക് ഇതൊരു വലിയ മാറ്റമായി മാറപ്പെടും. അങ്ങനെ വിനോദസഞ്ചാര മേഖലയ്ക്കും ചരക്ക് നീക്ക മേഖലയ്ക്കും എല്ലാം തന്നെ ഇത്തരത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്രോതസ് വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ സംസ്ഥാന സർക്കാരിനുണ്ട്. ഒപ്പം ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാരിനുമുണ്ട്. നിലവിൽ ഇപ്പോൾ അദാനിയാണ് ഈ തുറമുഖത്തിന്റെ മേൽനോട്ടമെങ്കിൽ പോലും ഇതിൽ കിട്ടുന്ന വരുമാനത്തിന്റെ 1% സംസ്ഥാന സർക്കാരിന് കിട്ടുന്നുണ്ട്. അതുവഴി സാമ്പത്തിക വിദഗ്ധരുടെ കണക്കനുസരിച്ച് പൂർണ്ണതോതിൽ കപ്പൽ എത്താനും പോകാനും തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ തുറമുഖത്തിന്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ പ്രതിവർഷം 4,000 കോടിയോളം രൂപ സ്വാഭാവികമായി ഈ തുറമുഖത്തുനിന്ന് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. അതേസമയം ഈ ആഡംബര കപ്പൽ കൂടി വരികയാണെങ്കിൽ, മറ്റ് യാത്രാ കപ്പൽ കൂടി വരികയാണെങ്കിൽ അതിന്റെ നമ്മുടെ സാമ്പത്തിക സ്രോതസ് കുറച്ചുകൂടി ഉയരും. മാത്രവുമല്ല, നമ്മുടെ വിനോദസഞ്ചാര മേഖല, സംസ്ഥാനത്തിന്റെ വിനോദസഞ്ചാര മേഖലയിൽ കാര്യമായ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ആ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊരു 2028-2029 ആകുമ്പോഴേക്കും പൂർണ്ണതോതിൽ ഇത് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ സ്വാഭാവികമായ വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ എത്തിക്കുവാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ നേരത്തെ മുഖ്യമന്ത്രി
തന്നെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ നേട്ടം ഒരു ചരിത്ര നേട്ടമാണ്. MSC ഐറീന പോലുള്ള ഒരു കപ്പൽ കേരള തീരം തൊടുമ്പോഴേക്കും. കാരണം കൊളംബോ വലിയ തുറമുഖമാണ്, വിശാഖപട്ടണം വലിയ തുറമുഖമാണ്. ഇങ്ങനെ ഒരു കപ്പൽ ചാലും ഇത്തരത്തിൽ ഒരു തുറമുഖം ആയി വരുന്നു കഴിയുമ്പോഴേക്കും ഇത് ഒരു പക്ഷേ കേരളത്തിലെ വിഴിഞ്ഞം തുറമുഖം പ്രാവർത്തികമായിരുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ തുറമുഖത്ത് കപ്പലെടുക്കാൻ കഴിയാത്ത തരത്തിൽ, ഇത്രയും വലിയ കപ്പലെടുക്കാൻ കഴിയാത്ത തരത്തിലായിരുന്നുവെങ്കിൽ ഈ കപ്പൽ എടുക്കേണ്ടത് കൊളംബോ തീരത്തായിരിക്കും. ഇതുവഴിയുള്ള നേട്ടം കൊളംബോയ്ക്ക് ലഭ്യമായിരിക്കും. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇപ്പോൾ MS ഐറീന കേരള തീരം തൊടുമ്പോഴേക്കും അതൊരു ചരിത്ര സംഭവമായി മാറുകയാണ്. അത് മാത്രവുമല്ല, ഈ ഇത്രയും വലിയ പടുകൂറ്റൻ കപ്പൽ കേരള തീരം തൊടുമ്പോഴേക്കും നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. കപ്പലിന്റെ കപ്പിത്താൻ അല്ലെങ്കിൽ ക്യാപ്റ്റൻ മലയാളിയാണ്. തൃശൂർ സ്വദേശിയായ വിനി ആന്റണിയാണ്. അദ്ദേഹം 21 വർഷമായി നാവികനായി തുടരുന്ന ഒരു ആൾ കൂടിയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടുതൽ നമുക്ക് ലഭ്യമാകും. എന്തായാലും 24,000-ലധികം കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള ഈ കപ്പൽ ഇനി വിഴിഞ്ഞത്തെത്തി എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇവിടെ കണ്ടെയ്നർ ഇറക്കാനുണ്ടോ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചരക്ക് കൈമാറ്റത്തിന് ആവശ്യമായ എന്തെങ്കിലും നടപടിക്രമങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പിന്നീട് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. ഇതിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ചരക്കുകൾ കൈകാര്യം ചെയ്യുന്നതിന് വളരെ വേഗത്തിൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഏറ്റവും പുതിയ നൂതനമായ സംവിധാനം സിംഗപ്പൂർ പോർട്ടിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു സാങ്കേതിക സംവിധാനം നിലവിൽ ഇപ്പോൾ സൗത്ത് ഏഷ്യൻ മേഖലകൾ, ഏഷ്യൻ രാജ്യങ്ങളിലുള്ളത്. അതിൽ ഏറ്റവും വിദഗ്ധമായ രീതിയിൽ വളരെ വേഗത്തിൽ ചരക്കിറക്കാൻ കഴിയുന്നതും കയറ്റാൻ കഴിയുന്നതുമായ സംവിധാനം വിഴിഞ്ഞം തുറമുഖത്തുണ്ട്. അത്രയധികം ക്രെയിനുകളുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഒരു പക്ഷേ ഇത്തരത്തിൽ വലിയ കപ്പലുകൾ വിഴിഞ്ഞം തീരത്തേക്ക് അണയുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. ദീപ്തി. ബിനോയ്, നമുക്ക് അഭിമാനകരമായ ഒരു നിമിഷം തന്നെയാണ്. കാരണം ഈ ഒരു ദക്ഷിണേഷ്യയിൽ ആദ്യമായിട്ട് എത്തുന്നത് ഇന്ത്യയിലാണ്, അതും നമ്മുടെ കേരളത്തിലാണ് എന്ന് പറയുന്നത് തീർച്ചയായും നമുക്കൊരു അഭിമാനകരമായ ഒരു ചരിത്ര നിമിഷം തന്നെയാണ്. അതും അതിലെ കപ്പിത്താൻ എന്ന് പറയുന്നത് ഒരു മലയാളിയാണ്, തൃശ്ശൂർക്കാരനായ ഒരു മലയാളിയാണ് എന്ന് പറയുന്നത് തീർച്ചയായും നമുക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 400 അടി ആണ്, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ഫിഫ ഒരു ഗ്രൗണ്ടിൻ്റെ ഒരു 4 ഇരട്ടി വലിപ്പമാണ് ഈ ഐറീന കപ്പലിനുള്ളത് എന്ന് പറയുമ്പോൾ അത് കാണാനായിട്ട് ഒരുപാട് ആളുകൾ, ഈ ഒരു ചരിത്ര നിമിഷം കാണാനായിട്ട് അവിടെ ഈ നിരവധി ആളുകൾ എത്തുന്നുണ്ടോ? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള കൂടുതൽ വിശേഷങ്ങൾ, അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ കപ്പൽ കാണാനായിട്ട്? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ചരക്ക് കപ്പലാണ് ഈ MSC ഐറീന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചരിത്ര നിമിഷം കാണാനായി അവിടെ ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? ഐറീന പുറംകടലിൽ എത്തിയ നാൾ മുതൽ തന്നെ വലിയ തരത്തിൽ തീരത്ത് തിരക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ആഴിമല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നാൽ ഈ കപ്പലിനെ വളരെ അടുത്ത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലെ ഒരു തിരക്ക് ഈ മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനുഭവപ്പെടുന്നു. ഇപ്പോൾ നമുക്ക് വിഴിഞ്ഞം തീരത്ത് കാണാൻ കഴിയുന്നത് പോർട്ടിനകത്തേക്ക് ആർക്കും പ്രവേശനമില്ല. അത്രയധികം കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാകിസ്ഥാനുമായി ഉണ്ടായ യുദ്ധസമാനമായ അന്തരീക്ഷം, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് പോർട്ടിനകത്തേക്കുള്ള പ്രവേശനം കർശനമായും നിയന്ത്രിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖത്ത് നിന്ന് കഴിഞ്ഞാൽ ഈ കപ്പൽ പോർട്ടിലേക്ക് കടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഏകദേശം തീരം തൊടാൻ ഇനി കുറച്ച് സമയങ്ങൾ കൂടി എടുക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. കാരണം ഈ കടലിന്റെ ഒരു അവസ്ഥ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കള്ളക്കടൽ പ്രതിഭാസം, തിരമാലകളുടെ ഉയരം, കാറ്റിന്റെ വേഗത, ഇതൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് കണക്കിലെടുത്തുകൊണ്ട് വളരെ വേഗത കുറച്ചാണ് ഈ ഐറീന ഇപ്പോൾ തീരത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീരത്ത് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ, ഒപ്പം എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ, അങ്ങനെ തുടങ്ങി സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേര് ഈ കപ്പലിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഉണ്ട്. അദാനി ഗ്രൂപ്പിന്റെ ആളുകളുണ്ട്. ഒപ്പം വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി
പ്രതിനിധിയായ ഉള്ള ആളുകളുണ്ട്. അങ്ങനെ ഒട്ടനവധി പേരാണ് ഈ കപ്പലിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിൽ കൊണ്ടുവന്ന അല്ലെങ്കിൽ കണ്ടെയ്നറുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പുറത്തുവിടില്ല. അത് സാങ്കേതികമായും അത് അങ്ങനെയാണ്, അത്തരം കാര്യങ്ങൾ പുറത്തുവിടുന്ന പതിവില്ല. എന്തായാലും ഈ കപ്പൽ ഇവിടെ നിന്നും, അതായത് സിംഗപ്പൂരിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ ഇവിടെ 2 ദിവസം തങ്ങിയതിനു ശേഷം യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് പോകുന്നത് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. അത്തരത്തിൽ ഉള്ള സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ പുറംകടലിൽ ഇപ്പോൾ കടൽ ഒരു പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷമാണ്. പ്രത്യേകിച്ചും ഈ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ തന്നെ ചരക്ക് കപ്പലുകൾ വലിയ തോതിൽ വളരെ ദൂരം ഒറ്റയ്ക്ക് ഒരു ദിവസങ്ങളോട് സഞ്ചരിക്കാറില്ല. ഇടയ്ക്ക് ചില സ്ഥലങ്ങളിലൊക്കെ, ചില പോർട്ടുകളിലൊക്കെ ബർത്ത് ചെയ്ത് പോകുന്ന ഒരു പതിവുണ്ട്. അത്തരത്തിൽ ബർത്ത് ചെയ്യാൻ എത്തിയതാണോ അതോ ഇവിടെ നിന്നും ചരക്ക് നീക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ കൊണ്ടുപോകുന്നതിനോ അല്ലെങ്കിൽ ചരക്ക് ഇറക്കുന്നതിന് വേണ്ടിയാണോ വന്നതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ഈ പോർട്ട് അധികൃതർ പുറത്തേക്ക് വിടും. എന്തായാലും അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും കേരളത്തിന് ഒരു ചരിത്ര നിമിഷമായി ഇത് മാറപ്പെടുന്നു. ഏകദേശം വലിയ കപ്പൽ, അതായത് ഇത്രയും വലിയ ചരക്ക് കപ്പൽ ഇനി ഇല്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. 400 മീറ്ററിലധികം നീളം വരുന്ന ഒരു ചരക്ക് കപ്പൽ, 61 മീറ്ററോളം വീതിയുണ്ട്. മാത്രമല്ല മലയാളിയായ ക്യാപ്റ്റനാണ് ഇതിന്റെ അമരത്ത് എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോഴേക്കും കേരളത്തിന് അഭിമാനകരമായ ഒരു നേട്ടം അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു സാമ്പത്തിക ഉയർച്ചയ്ക്ക് വഴിവെക്കുന്ന ഒരു നേട്ടം എന്നൊക്കെ നമുക്കിതിനെക്കുറിച്ച് പറയാൻ കഴിയും. MSCയുടെ മറ്റു ശ്രേണിയിലുള്ള കപ്പലുകൾ തീരത്ത് വന്നിട്ടുണ്ട്, പല ആവർത്തി വന്നിട്ടുണ്ട്. ഈ MSC ഐറിനയുടെ ശ്രേണിയിൽപ്പെട്ടതാണ് MSC മിഷേൽ. MSC മിഷേൽ നേരത്തെ വന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ കപ്പലിന്റെ ഒട്ടനവധിയായ മറ്റ് കപ്പലുകളും ഇവിടെ വന്നു പോയിട്ടുണ്ട്. ഏകദേശം 335-ലധികം കപ്പലുകൾ തീരം തൊട്ടു എന്നുള്ളതാണ്, വിഴിഞ്ഞം തീരം തൊട്ടു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ചരക്ക് നീക്കത്തിന്റെ കാര്യത്തിലും അത്രയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി നമ്മുടെ തുറമുഖം മാറപ്പെടാൻ പോകുന്നത് എങ്ങനെ ഇതിനെ യാത്രാ കപ്പലുകൾ എത്തിക്കാം എന്നുള്ള കാര്യത്തിലാണ്. യാത്രാ കപ്പലുകൾ എത്തിക്കണമെന്നുണ്ടെങ്കിൽ പശ്ചാത്തല സൗകര്യം വർദ്ധിപ്പിക്കണം. വരുന്ന ആളുകൾക്ക് പോർട്ടിനകത്ത് തങ്ങുന്നതിനും അല്ലെങ്കിൽ പോർട്ട് വിട്ട് പുറത്തേക്ക് പോകുന്നതിനും ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചരക്ക് നീക്കം നമ്മുടെ റോഡുകൾ വഴി ആക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരുക്കേണ്ടത് റോഡുകൾ നന്നാക്കണം. നിലവിലെ റോഡുകളിലൂടെ, അതായത് കേരളത്തിന്റെ ഗതാഗത സംവിധാനങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തുള്ള വാഹന പെരുക്കമാണ് ഇപ്പോൾ ഉള്ളത്. അതിനിടയിലൂടെ ഈ ചരക്ക് നീക്കം അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനായി ഒരു പ്രത്യേക ട്രാക്ക് സംവിധാനം ഉണ്ടാക്കണം. ആ ട്രാക്ക് സംവിധാനത്തിനാണ് റിംഗ് റോഡും മലയോര പാതയും എന്ന ഒരു ചിന്തയിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത്. സെപ്റ്റംബറോടുകൂടി തന്നെ റിംഗ് റോഡുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികളിലേക്ക് കടക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരള തീരത്ത്, വിഴിഞ്ഞം തീരത്ത് എത്തുന്ന കണ്ടെയ്നറുകൾ റോഡുകളിലൂടെ മറ്റ് ജില്ലകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. കാരണം ഇതിലധികവും തോട്ടണ്ടി അതുപോലുള്ള സാധനങ്ങളാണ് കൊണ്ടുപോകേണ്ടത്. അതിനുപരിയായി ഇപ്പോൾ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട കിടക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. കരിമണൽ ഖനനം നടത്തിയതിനു ശേഷം കൊച്ചി തുറമുഖത്തേക്കാണ് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് നേരെ തിരുവനന്തപുരത്തേക്ക്, വിഴിഞ്ഞത്തേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ കരിമണൽ ഖനന നീക്കം, ചവറയിൽ നിന്നും കരിമണൽ ഖനന നീക്കം വിഴിഞ്ഞം വഴിയാക്കാൻ കഴിയും. അപ്പോൾ ഭാരിച്ച ചെലവ്, അതായത് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ചെലവ് കുറയ്ക്കാൻ കഴിയും. അത്തരത്തിൽ കേരളത്തിന് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. വലിയ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നാന്ദി കുറിക്കാൻ കഴിയും എന്നുള്ളത് വ്യക്തമാണ്. അത് ഉദ്ഘാടന സമ്മേളനത്തിൽ തന്നെ, അതായത് ഒരു മാസം മുമ്പാണ് ഇതിന്റെ ആദ്യഘട്ടത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തിയാക്കിയതിന്റെ ഉദ്ഘാടനം നടന്നത്. അന്ന് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ തന്നെ വിഴിഞ്ഞം തുറമുഖത്തിൽ യാഥാർത്ഥ്യമാകുന്നതിനെക്കുറിച്ചും വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രത്യേകതയെക്കുറിച്ചുമൊക്കെ വലിയ രീതിയിൽ സംസാരിച്ചിരുന്നു. അത്തരത്തിൽ ഒരു മാറ്റം വിഴിഞ്ഞത്തിന് വരുന്നു, തിരുവനന്തപുരത്തിന് വരുന്നു, കൊല്ലത്തിന് വരുന്നു, തൊട്ടടുത്ത ആലപ്പുഴ ജില്ലയ്ക്ക് വരുന്നു. അങ്ങനെ ഈ 3 ജില്ലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വികസന പ്രവർത്തനങ്ങളായിരിക്കും ഇനി ഭാവിയിൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്നതെന്ന് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും വിഴിഞ്ഞം പോലുള്ള ഒരു തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ, അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖം പൂർണ്ണതോതിൽ യാഥാർത്ഥ്യമാകുന്നതോടെ നമ്മുടെ വരുമാനത്തിന്റെ അളവ്
വളരെ വലിയ തോതിൽ വർദ്ധിക്കും എന്നുള്ള പ്രതീക്ഷ സംസ്ഥാന സർക്കാരും പങ്കുവയ്ക്കുന്നുണ്ട്. പ്രതിവർഷം 4000 കോടിയിലധികം വരുമാനം നമുക്കുണ്ടാകും. അത് സാധാരണഗതിയിൽ. അതേസമയം കൂടുതൽ യാത്രാ കപ്പലുകളും ഒപ്പം തന്നെ ആഡംബര കപ്പലുകളും ഒക്കെ എത്തുകയാണെങ്കിൽ ഇതിൻ്റെക്കാൾ കൂടുതൽ, അതായത് ഇരട്ടിയിലധികം വീണ്ടും വരുമാന വർധന ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷകളും സംസ്ഥാനത്തിനുണ്ട്. അതേസമയം ആഡംബര കപ്പലുകൾ എത്തുമ്പോഴേക്കും അതിലെത്തുന്ന യാത്രക്കാർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് പ്രാപ്തമായ സംവിധാനങ്ങൾ വിഴിഞ്ഞത്തിന് സമീപത്തെ കോവളത്തോ തിരുവനന്തപുരം നഗരത്തിലോ ഇല്ല. അപ്പോൾ അത്തരത്തിൽ ആ സംവിധാനങ്ങൾ കൂടി മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ മെച്ചപ്പെടുത്തിയാൽ മാത്രമേ വിനോദസഞ്ചാര മേഖലയ്ക്ക് പൂർണ്ണമായ തരത്തിലൊരു വികസനം സാധ്യമാവുകയുള്ളൂ. ഇത്തരം വികസനങ്ങൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഐറീന നങ്കൂരമിടുന്നത് ആദ്യ ദക്ഷിണേഷ്യൻ തുറമുഖമായി വിഴിഞ്ഞം മാറുകയാണ്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.